എന്തിനാണ് ജനിച്ചത് എന്നത് ഡിഫൈൻ ചെയ്യണം. എന്തിനാ ജനിച്ചത്? പ്രവാചക തിരുമേനി ഒരു കൂട്ടം മനുഷ്യന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം മനുഷ്യന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് അള്ളാഹുവിന്റെ കോപമുണ്ട് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ കോപമുള്ള ഒരാളെ, അയാള് കോടികളുടെ സമ്പാദ്യമുള്ളവനായിട്ട് ഒരു കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ ഒരു പ്രാർത്ഥന ഉണ്ട്. റബ്ബി ഇന്നി, മൂസാ നബി പറയാ, പടച്ചോനെ ഞാൻ നിന്നിലേക്ക് ഫഖീറാണ് നാഥാ. ആരാ അവിടെ ഫഖീറല്ലാത്തത്? ഏറ്റവും വലിയ കോടീശ്വരൻ, ഏറ്റവും വലിയ കോടീശ്വരൻ. അയാൾ ഫഖീറാകണോ? അയാൾ ഫഖീറാകാൻ വലിയ പൈസക്കാരൻ ഒരു സെയിൽസ് ടാക്സ് കയറി ഇറങ്ങിയാൽ മതി. സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥർ കയറി ഇറങ്ങിയാൽ അയാളെ തറവാട് വിറ്റാൽ തീരാത്ത കടയ്ക്ക് വരും. ഒരു ദിവസം 15 മിനിറ്റ് 2 മണി കഴിഞ്ഞു, വലിയ പൈസക്കാരൻ. 10 ഇഞ്ചക്ഷന്റെ പൈസ ഉണ്ടാകൂല, അല്ലേ? ഒരു 12 കീമോ വേണമെന്ന് ഡോക്ടർ തീരുമാനിച്ചാൽ ലക്ഷങ്ങൾ വേണ്ടിവരും. പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾ, ഇല്ലാത്ത ലക്ഷങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. എന്നും കാണുന്നവൻ ഒന്ന് ചോദിച്ചെങ്കിൽ, എന്റെ അടുത്ത് പൈസ ഉണ്ടോ, എനിക്ക് പൈസ വേണോ, കടം വേണോ എന്ന് ചോദിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അഭിമാനം സമ്മതിക്കുകയില്ല. ഒരുപക്ഷേ നിങ്ങൾ ദീനീ രംഗത്തുള്ള ആളാണെങ്കിൽ കൂടി, ആളുകൂടിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും, പടച്ചോനെ അത് വാങ്ങിവെച്ചാൽ നാളെ പിന്നെ നിർവാഹമല്ല, എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ചിന്തിക്കും. അങ്ങനത്തെ പ്രക്ഷുബ്ധതകളിൽ നിന്ന് മനസ്സിലാകും നമുക്ക്, നമ്മൾ ഉണ്ടാക്കിച്ച പൈസ അല്ലേ, അതൊന്നും അല്ലാന്ന് അപ്പൊ നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞത് ആ റബ്ബിന്റെ കോപം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റിയ ഹദീസ. എന്താ? ഇന്നല്ലാഹ യബ്ഗളു കുല്ല ജഅ്ലരിയിൻ ജവാലിൻ സഖാബിൻ ഫിൽ അസ്വാഖ് ജീഫത്തും ബില്ലൈലി ഹിമാരും ബിന്നഹാർ ആലിമും ബിദ്ദുനിയ ജാഹിലും ബിൽ ആഖിറ. എന്താ റസൂൽ പറഞ്ഞത്? ഇന്നല്ലാഹ യബ്ഗളു കുല്ല ജഅ്ലരിയിൻ, അല്ലാഹു എല്ലാ ക്ഷിപ്രകോപിയോടും, അല്ലാഹു എല്ലാ പരുഷ സ്വഭാവിയോടും അല്ലാഹു ദേഷ്യപ്പെട്ടിരിക്കുന്നു, കോപിച്ചിരിക്കുന്നു. ഏറ്റവും അടുത്ത ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കുഴപ്പം. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഞാനടക്കം ആരും ഒഴിവല്ല സുഹൃത്തുക്കളെ. ബാപ്പന്റെ അടുത്തും ഉമ്മന്റെ അടുത്തും ഭാര്യന്റെ അടുത്തും മക്കളുടെ അടുത്തും സംസാരിക്കുമ്പോൾ നമ്മൾ പരുഷരാണ്. അയൽപക്കത്തുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത് കാണുമ്പോൾ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ദിവസം എന്നോടും നല്ല വാക്ക് പറയും. ആദ്യത്തെ 2 മാസം എന്നോട് പറഞ്ഞതുപോലെ ഇപ്പോഴൊന്ന് പറഞ്ഞെങ്കിൽ ആ വാക്ക് മതി എനിക്ക്. ഭാര്യ ഞാൻ അധ്വാനിച്ച് വൈകുന്നേരം കയറി ചെല്ലുമ്പോൾ എന്നോട് പരാതികൾ മാത്രം പറയാത്തൊരു പെണ്ണായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ ഇവിടെ ഇരിക്കുന്നില്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ? ഇവിടെ ഇരിക്കുന്നില്ലേ? മക്കൾ എന്നോട് കോപിച്ചില്ലെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ബാപ്പമാർ ഇവിടെ ഇരിക്കുന്നില്ലേ? മരണത്തിന്റെ പാതിവേദനയുള്ള പ്രസവത്തിലൂടെ ജന്മം നൽകിയ വേദന മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് മകൻ പറയുന്ന ക്രൂരമായ വരികൾ സഹിച്ച് ബെഡിൽ മുഖം പൊത്തി കരയുന്ന മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ട് മക്കളെ ഇവിടെ എന്ന് ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവര് നമ്മളെ മുന്നിൽ നിന്നൊന്നും മിണ്ടണില്ല. ബാപ്പയുമ്മയും മുഖത്തോട് മുഖം തിരിഞ്ഞിരുന്ന് കരയുന്നുണ്ട് നമ്മുടെ പല കാര്യത്തിലും. മക്കൾ ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത, ഖുർആൻ ഓതാത്ത, ദീനീ രംഗത്തേക്ക് വരാത്ത, അച്ചടക്കം പാലിക്കാത്ത മക്കളെ സംബന്ധിച്ച് ബാപ്പാന്റെ ഇമ്മാന്റെ റൂമിൽ ചർച്ച നടക്കുന്നുണ്ട്. റബ്ബ് അത് കേൾക്കുന്നുണ്ട്. റബ്ബ് നമ്മളെ വിടുകയില്ല. രണ്ടാമത് റസൂലുള്ള പറഞ്ഞത്, ഒന്ന് ക്ഷിപ്രകോപി അല്ലെങ്കിൽ പരുഷ സ്വഭാവിയാണെങ്കിൽ, രണ്ടാമത്തത് ജവ്വാലൻ. എന്താ ജവ്വാൽ എന്ന് പറഞ്ഞ? എന്താ? അവൻ കോപിഷ്ഠനായി ബഹളം വെച്ച്, ദേശപൂർവ്വം ബഹളം വെച്ച് ഇടപെട്ട് ഒച്ചീമളുണ്ടാക്കി നടക്കുന്ന ഒരാളാണ്. അതേ ആശയം സഖാബിൻ ഫിൽ അസ്വാഖ്, അങ്ങാടിയിലേക്ക് തൊള്ളറിലാണോന് പണിന്ന്. അതിന്റെ അർത്ഥത അങ്ങാടിയില് തൊള്ളറിലാണോന് പണി. ക്ലബിലും ടിവിയുടെ മുന്നിലും ഗ്രൗണ്ടിലൊക്കെ സജീവായിട്ടുണ്ട്. അങ്ങനത്തെ ആള് അള്ളാന്റെ കോപമോനുണ്ട്. വേറെ ആരെ ഇഷ്ടമുണ്ടായിട്ടും കാര്യമല്ല, വേറെ ആരെ ഇഷ്ടമുണ്ടായിട്ടും കാര്യമില്ല, പാർട്ടിയിൽ എന്ത് സ്ഥാനം ഉണ്ടായിട്ടും കാര്യമില്ല, ആരുടെയൊക്കെ അംഗീകാരം കിട്ടിയിട്ടും കാര്യമില്ല, ആരൊക്കെ പ്രശംസിച്ചിട്ടും കാര്യമില്ല. ആകാശത്തുള്ള റബ്ബ് അവൻ നമ്മളോട് കോപിഷ്ഠനായാൽ സുഹൃത്തുക്കളെ നമുക്ക് വേറെ ഒന്നുമില്ല. അടുത്തതെന്താ? ജീഫത്തും ബില്ലൈലി, രാത്രിയിൽ അവൻ ശവമാണവൻ. 9 മണിക്ക് ഓഫായാൽ രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു സുബ്ഹാനല്ലാഹ് പോലുമില്ല. ജീവിതത്തിന്റെ ഈ കാലഘട്ടം വരെ റമളാൻ മാസത്തിലല്ലാതെ അവന്റെ ആലാങ്കുളോ കടിഞ്ഞിട്ടില്ല. ഫുട്ബോൾ കാണാനല്ല, ക്രിക്കറ്റ് കാണാനല്ല, ഇന്ത്യൻ ടീമിന്റെ ദക്ഷിണാഫ്രിക്കൻ ടൂർ ഉണ്ടാകുമ്പോ രാത്രിയിൽ ക്രിക്കറ്റ് കാണാൻ എണീറ്റതല്ല.
IPL കാണാനല്ല. പിന്നെയോ നമസ്കാരത്തിന് വേണ്ടി എണീക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ. എന്താ, അവന് രാത്രി എണീക്കുന്നു, നിസ്കരിക്കാതെ വീണ്ടും കിടക്കുന്നു. എത്ര തവണ നമുക്കുണ്ടായിട്ടുണ്ട്, എത്ര തവണ ഉണ്ടായിട്ടുണ്ട്. പ്രവാചക തിരുമേനി പറഞ്ഞു ഒരു ഭാര്യനെ പറ്റി, ഭർത്താവിന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞവൾ എഴുന്നേൽപ്പിക്കുന്നു, എണീക്ക് വൈകിയാണ് വന്നത്, എനിക്കറിയില്ലേ, ആയിക്കോട്ടെ, നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ചു പോകണ്ടേ, എന്നെ നിങ്ങൾ എന്റെ ഉപ്പയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ദിവസം എന്റെ കൈവിരൽ പിടിച്ചെന്നെ കാറിലേക്ക് കയറ്റിയതുപോലെ പ്രവാചകൻ ആദ്യം കടക്കുന്ന സ്വർഗത്തിലേക്ക് ലക്ഷങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിലെ ഒരാളായി മാറണ്ടേ എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഒരു ഭർത്താവിന്റെ കാര്യം എന്ത് അത്ഭുതം! എന്താ, ആ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നു. അതില്ലാതെ എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഉണ്ടാണ്ട് സുഹൃത്തുക്കളെ, ഒരു കൊല്ലം 25 വട്ടെങ്കിലും ഉണ്ടാണ്ട് സുഹൃത്തുക്കളെ, വേണ്ടേ, ഒരു മാസം 3 വട്ടെങ്കിലും നമുക്ക് ചെയ്തുകൂടെ സുഹൃത്തുക്കളെ? അതൊന്നുമില്ലാതെ ശവത്തെ പോലെ കിടക്കണവൻ. ഹിമാറും ബിന്നഹാർ, പകലിൽ പ്രിയപ്പെട്ടവരെ അവൻ കഴുതയാണ്, അധ്വാനിക്കാണ്, ഇഷ്ടം പോലെ അധ്വാനിക്കാണ്. എന്തിനാ അധ്വാനിക്കണമെന്ന് അറിയില്ല. ഒരു കഴുത ലോഡേറ്റാണ്, അത് പലജാതി പ്രവർത്തനങ്ങൾ ചെയ്യാണ്. എന്തിനാ ചെയ്യണതെന്ന് ഒരു കഴുതക്കും അറിയില്ല. അങ്ങനെ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അവന് പിരിവിടുന്നു, അവൻ പണിയെടുക്കുന്നു, അവൻ ഫ്ലക്സിന്റെ കാല് കുഴിച്ചിടുന്നു. എന്താ ഞാൻ ഫ്ലക്സുമ കൂടിയതെന്നല്ലേ? ഞാൻ ആരോടാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. ശരിക്ക് ചിന്തിക്കണം. അള്ള തന്ന കൈ കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അള്ള തന്ന ചുണ്ടുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? അള്ള തന്ന ബുദ്ധി കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? പ്രവാചകന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എന്നെ കെട്ടിപ്പൊതിഞ്ഞ് നാളെ കൊണ്ടുപോകും. കണ്ടു കഴിഞ്ഞോ എന്ന് ചോദിക്കും. ഓരോ വീട്ടിൽ നിന്നും ഓരോ ബോഡി എടുക്കുന്നതിന് മുമ്പ് ഇനി ആരെങ്കിലും കാണാനുണ്ടോന്ന് ചോദിക്കും. ഒന്ന് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരാളുടെ വരാണ്ട് ബൈക്കിൽ വന്ന അയാൾ ഇറങ്ങും, അവസാനത്തെ നോട്ടം നോക്കും, തലക്കിന്റെ അവിടെ കെട്ടിടും. അല്ലേ, എത്ര പോകുന്നൊരു ശീലമുണ്ട്. കാഴ്ചകൾ മറഞ്ഞ കണ്ണുകൾ, ശ്വാസം നിലച്ച മൂക്കുകൾ ഒക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഗേറ്റ് കിടന്ന് ഈ റോട്ടിലൂടെ അങ്ങനെ നീങ്ങുമ്പോ താഴെ ഏറ്റണവർക്കുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4, 5, 10 തലമുറകൾക്ക് വേണ്ട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി എന്ത് സുഹൃത്തുക്കളെ? ഇതെന്ന് സംഭവിക്കുമെന്നറിയാത്ത ഒരു മഹായാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ എന്നിട്ടോ അധ്വാനിക്കണില്ലേ? ഒരു റെസ്റ്റും ഇല്ല, ഫുൾ തിരക്കാ. ഒരു 24 മണിക്കൂറിലെ ഒരു മിനിറ്റ് പോലും റബ്ബുമായിട്ട് റിലേറ്റഡ് അല്ല, പടച്ചുനായിട്ട് ബന്ധമല്ല. നിസ്കാരത്തിൽ പോലും പ്ലാനിങ് എന്താ? കൃഷിയാ, കച്ചവട, കളിയാ, ടൂറാ, യാത്രയാണ്, അല്ലേ? ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളെ നമസ്കാരം പോലും. 24 മണിക്കൂറും കഴുതനെ പോലെ പണിയെടുക്കുകയാണ്. ഇനി കേട്ടോ, ആലിമുൻ ബിദ്ദുനിയാ, ദുനിയാവിനെ കുറിച്ച് അറിയാം. ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ സ്റ്റണ്ട് അവനറിയാം, ഏറ്റവും പുതിയ ആരോപണം അവനറിയാം, ഏറ്റവും പുതിയ ഫേസ്ബുക്ക് അപ്ഡേഷൻ അവനറിയാം, നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിനെ അവനറിയാം, ഇവിടുത്തെ ഉന്നതരായ പൊളിറ്റിക്കൽ ലീഡർമാരെ അവനറിയാം, പുതിയ മന്ത്രിസഭയുടെ വകുപ്പുകളും മന്ത്രിമാരെയും അവനറിയാം, ഓരോ സ്ഥാനാർത്ഥിയുടെയും വിജയത്തിന്റെ കണക്കുകൾ അവനറിയാം, ഏത് പഞ്ചായത്തിലാണ് വോട്ട് കൂടിയത്, എവിടെയാണ് കിട്ടാത്തത് എന്നവനറിയാം. സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള, ധോണിയെ പോലെയുള്ള ക്രിക്കറ്റ് താരങ്ങളുടെ സാമ്പത്തിക ആസ്തി അവനറിയാം. അവരുടെ ജീവിതത്തിലെ ചെറിയ കാലത്തെ ഫോട്ടോസ് അവന്റെ കയ്യിലുണ്ട്. അവന്റെ റൂമിൽ മുഴുവൻ താരങ്ങളാണ്, സിനിമാ താരങ്ങളാണ്, ക്രിക്കറ്റ് താരങ്ങളാണ്, പലരുമാണ്. എല്ലാ വിവരവുമുണ്ട്. എന്നാലോ ജാഹിലും ബിൽ ആഖിറ, പരലോകത്തെ പറ്റി ഒന്നും അറിയില്ല. തന്നെ നൊന്തു പ്രസവിച്ച മാതാവിന്റെ മേനി അവസാനം കഴുകി കൊടുക്കാൻ ഡിഗ്രിക്ക് പഠിക്കണം ഓൾക്കറിയില്ല. എന്നിട്ട് ഈ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് വാപ്പാനെ എണീച്ചിരുത്തിയിട്ട് ഉമ്മാനെ എണീറ്റിരുത്തിയിട്ട് വയറും വന്ന് കീട്ട് വയറ്റിന്റെ ഉള്ളത് പുറത്തേക്ക് വരുമ്പോ ശീല കയ്യിൽ ചുറ്റിയിട്ട് അത് കോരിയെടുക്കുന്നത് അയലോക്കത്തുള്ള ആളാണ്. മോളെവിടെ ഉണ്ട്? ദുനിയാവ് മൊത്തം അറിയാം. നിസ്കാരത്തിലെ ദിക്റിന്റെ അർത്ഥം അറിയില്ല, സുബ്ഹാനല്ലാഹിന്റെ അർത്ഥം അറിയില്ല, അത്തഹിയ്യാത്തിന്റെ അർത്ഥം അറിയില്ല, ഫാത്തിഹന്റെ അർത്ഥം അറിയില്ല. അറിയോ? വലഅസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സൂറത്തിന്റെ അർത്ഥം അറിയില്ല, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് അർത്ഥം അറിയില്ല. ദുനിയാവൊക്കെ അവനറിയാം. ആരെപ്പറ്റി പറഞ്ഞതാ? മനുഷ്യന്മാരെ മാറാന് ഒരുപാട് നേരാവശ്യമില്ല. ഒരായത്ത്, ഒരു ഹദീസ്, ഒരു വാചകം, ഒരു സ്പാർക്ക്, അത് മതി. നമുക്കിവിടെ വെച്ച് തീരുമാനമെടുക്കാൻ പറ്റണം. ഈ പന്തൽ കെട്ടാൻ പണച്ചെലവുണ്ടായിട്ടുണ്ട്, അല്ലേ? ഇന്നലെ വരെ ആക്ഷേപിച്ച പലരും ഇതാ കുട്ടികളെ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പല പ്രദേശത്തും ആട്ടിവിട്ടവർ അവര് സഹായിച്ചിട്ടുണ്ട്. സന്തോഷമുണ്ട്, ഞങ്ങൾക്ക്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സന്തോഷമുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു പ്രദേശത്ത്
ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോഴുള്ള മാനസികാവസ്ഥയിലല്ല എന്റെ സഹപ്രവർത്തകരുള്ളത്. അവരുടെ മുഖത്ത് ഞാൻ പൂർണ്ണചന്ദ്രന്റെ പ്രകാശം കാണുന്നുണ്ട്. അത് സാമ്പത്തിക നേട്ടമുണ്ടായതുകൊണ്ടല്ല. എന്താ? അവര് ചെയ്യാത്ത തെറ്റും അവരൊരിക്കലും വിചാരിക്കാത്ത കുറ്റവും അവരൊരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ആരോപണങ്ങളുടെ ആഘാതമേറ്റ് അവര് തിരിച്ചൊന്നും മിണ്ടിയിട്ടില്ല. പ്രായത്തിന്റെയും അവരുടെ മാനസികാവസ്ഥയുടെയും അവസ്ഥ അനുസരിച്ച് ശരീരത്തിലൂടെ ഓടുന്ന രക്തത്തിന്റെ പ്രവാഹത്തിന്റെ വേഗത അനുസരിച്ച് അപക്വമായ പലതും വരേണ്ടതാണ്. പക്ഷേ അവര് പാഠം പഠിച്ച സംഘടനാ ക്ലാസുകളും സംഘടനാ സ്കൂളുകളും അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് കാരണവന്മാരെ ആദരിക്കേണ്ടത് എന്ന പാഠമാണ് അവർക്ക് ഉപകാരമായത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ എപ്പോൾ തിരിച്ചു പോകുന്നറിയില്ല. വിവാഹം കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിന്റെ ദിവസം സൂര്യന് അസ്തമിക്കാൻ വൈകുന്നത് പോലെ അവര് ഫീൽ ചെയ്യും, ഇല്ലേ? കല്യാണം കഴിഞ്ഞവർ പറയണം. വിശുദ്ധമായ ലൈംഗിക ജീവിതം പാലിച്ചവൻ അറിയാം തന്റെ കുടുംബ ജീവിതത്തിലേക്ക് വരുന്നൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവന്റെ ആകാംക്ഷകൾ. അയൽപക്കത്തെ സ്ത്രീക്ക് നെഞ്ചുവേദന വന്നപ്പോ അവനെയും കൊണ്ടുപോയത് ഇന്ന് കല്യാണം കഴിഞ്ഞ ആളാ. അവരെ കൊണ്ടുപോയി അവന്റെ ജീപ്പില് വേദന കൊണ്ട് പൊളയാണ്. ഡോക്ടർ അടുത്തേക്ക് അവരെ കയറ്റി വെയിറ്റിംഗ് ലോഞ്ചിൽ അവരുടെ ബില്ലടക്കാനും അവർക്ക് വേണ്ടി ഓടാനൊക്കെ ഉള്ള രണ്ടാളിൽ ഒരാൾ. ഇവ മറ്റവനോട് പറഞ്ഞു, എനിക്കൊരു തളർച്ച എന്താണെന്നറിയില്ലടാ, കണ്ണുമെല്ലാം എങ്ങനെ ആയി. സ്ട്രക്ചറിലേക്ക് എടുത്തു. ഡോക്ടർ ഹാഫ് ഡോർ തുറന്നിട്ട് പറഞ്ഞു, പോയിന്ന് അല്ലേ. ആംബുലൻസ് തിരിച്ചു വന്നപ്പോൾ ശബ്ദമില്ലാതെ റോട്ടിലൂടെ ആംബുലൻസ് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷയില്ല. ഉണ്ടോ? നമ്മൾ വണ്ടി മാറ്റിക്കൊടുത്ത് സൈറൺ മുഴക്കി പോകുന്ന ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഫാനി ഫീമാ ബതലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. അൽഹംദുലില്ലാഹില്ലദീ അഫാനി ഫീമാ ബതലാക ബിഹി. എന്നെ ഇതേപോലത്തെ പരീക്ഷണങ്ങൾ പരീക്ഷിക്കാതെ, നിന്നെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിക്കാതെ ഈ വണ്ടിയിലിരുത്തിയ പടച്ചോനെ നിനക്ക് സ്തുതി. വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. എന്നെ ഉന്നതമായി പടച്ച റബ്ബേ നിനക്ക് സ്തുതി എന്ന്. പക്ഷേ സൈലന്റ് ആയ ഒരു വണ്ടി വരുമ്പോഴോ നമുക്ക് പ്രതീക്ഷയല്ല. സൈലന്റ് ആയ വണ്ടി ആ ഗ്രാമ കാഴ്ചകളിലേക്ക് കടന്നു വന്നപ്പോ നാട്ടുകാർ പ്രതീക്ഷിച്ചത് 60-കാരിയായ സ്ത്രീ മരിച്ചു എന്നാണ്. അല്ല, ഇന്ന് കല്യാണം കഴിഞ്ഞ ചട്ടിയും പാത്രവും എടുത്തു വെക്കാത്ത മുറ്റം, പന്തലടിക്കാത്ത മുറ്റം, പന്തലിക്കാത്ത അതേ മുറ്റത്ത് അവന്റെ അന്ത്യരാത്രിയുടെ ആദ്യ രാത്രിക്ക് തുടക്കം കുറിക്കുകയാണ്. അവന്റെ അന്ത്യരാത്രി നടന്നു കഴിഞ്ഞു ഇന്നലെ, ഇനി ആദ്യരാത്രിയാണ്. എവിടെ ആദ്യരാത്രിയിൽ പുഞ്ചിരിച്ചെത്തുന്ന പ്രിയതമയില്ല, പാതി പതിഞ്ഞു കത്തുന്ന സീറോ ബൾബില്ല, അവിടെ അവൾ നൽകുന്ന മനോഹരമായ സ്നേഹമില്ല. പൂത്തുലഞ്ഞ ചന്ദ്രന്റെ പ്രകാശകിരണങ്ങളേറ്റ് വ്യക്തിത്തിളങ്ങുന്ന ആ മരക്കൊമ്പുകളിൽ ഇരുന്ന് പാട്ടുപാടുന്ന രാക്വീലിന്റെ രാഗമില്ല, അല്ലെ? അവന്റെ ജനലിലൂടെ എത്തുന്ന വെളിച്ചല്ലേ, ഒന്നുമില്ല. ഇരുണ്ട രാത്രിയിൽ അവൻ കിടക്കണവിടെ. ആ പെണ്ണോ ഒന്ന് തൊടാൻ പോലും കിട്ടാത്ത, കണ്ണിറുക്കി തന്റെ സ്നേഹം കൈമാറിയ, ഫോണിലൂടെ തന്റെ ഹൃദയം കൈമാറിയ, സ്വപ്നങ്ങൾ കൈമാറിയ ഒരു പെൺകുട്ടി ഈ ജനാസക്ക് മുന്നിൽ നിന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒരു മുജാഹിദ് ഭൂരിപക്ഷ പ്രദേശത്ത് പിടക്കുന്ന ഹൃദയത്തിൽ തനിക്കൊന്ന് തൊടാൻ പോലും കിട്ടാത്ത ഈ മേനിക്ക് മുന്നിൽ വെറുങ്ങലിച്ച ഹൃദയവുമായി നിസ്കരിച്ച് അവസാനം പുതിയൊരു മഹറും പുതിയൊരു കുടുംബജീവിതവും പ്രതീക്ഷിച്ച് ഭർത്താവിന്റെ ബോഡി റോഡ് സൈഡിലൂടെ കൊണ്ടുപോകുമ്പോൾ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ അംബാസിഡർ കാറിൽ തനിക്ക് ഇങ്ങോട്ട് പോരാൻ വന്ന അതേ ടാക്സി അംബാസിഡർ കാറിൽ അവള് ഭർത്താവിന്റെ മേനിയിലേക്ക് ഒന്നുകൂടി നോക്കി തിരിച്ചു പോകുന്ന രംഗം മനസ്സിലോർത്തെടുത്തുകൊണ്ട് ധാർമ്മിക ജീവിതത്തിന്റെ വരമ്പിൽ നിന്നുകൊണ്ട് ആലോചിക്കുക സുഹൃത്തുക്കളെ, തിരുത്താൻ വല്ലതുണ്ടോന്ന്.